ബസ് യാത്രക്കിടെ ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞ് വീഡിയോ പകർത്തിയിട്ടതോടുകൂടിയാണ് ദീപക് എന്ന വ്യക്തി അപമാനം മൂലം സ്വയം ആത്മഹത്യ ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തിൽ എല്ലാവരും ദീപകിനെ പിന്തുണയ്ക്കുമ്പോൾ ചിലർ ഈ പറയുന്ന ഷിംജിത എന്ന പെൺകുട്ടിയാണ് പിന്തുണയ്ക്കുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. എന്നാൽ ഇത്രയധികം വിമർശനങ്ങൾ ശ്രീലക്ഷ്മി അറക്കലിനെതിരെ ഉണ്ടായിട്ടും ഇപ്പോഴും താൻ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ശ്രീലക്ഷ്മി. പ്രതികരിക്കുന്ന സ്ത്രീകൾക്കെതിരെ സൈബർ ആക്രമണം നടത്തി തെറി വിളിച്ച് വാടപ്പിക്കാൻ ആരും ഇവിടെ നോക്കണ്ട. പെൺകുട്ടി പകർത്തിയ വീഡിയോയിൽ ഷോൾഡർ ഉപയോഗിച്ച് തട്ടുന്നത് വ്യക്തമായി തന്നെ കാണാമെന്നും ശ്രീലക്ഷ്മി പറയുകയാണ്. അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ടല്ല ബസ്സിൽ ആണുങ്ങൾ മുട്ടാൻ വരുന്നത്. മിക്ക അമ്മയ്ക്കും അച്ഛന്മാർക്കും അവരുടെ മക്കൾ തെറ്റ് ചെയ്യാത്ത നല്ലവരായിരിക്കും. പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നവന്മാരും കുടുംബം നോക്കുന്നവരും നാട്ടുകാരുടെ മുന്നിൽ സൽപുത്രനുമൊക്കെ ആയിരിക്കാം. കുട്ടികളെ ഉപദ്രവിക്കുന്ന ആൾക്കാരെയൊക്കെ എടുത്തു നോക്കിയാൽ കുടുംബത്തിലും സമൂഹത്തിലും ഏറ്റവും മാന്യമായ വ്യക്തികളാണ്. മാത്രമല്ല ഇത്തരത്തിൽ ബസ്സിൽ തട്ടിയും മുട്ടിയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോഴാണ് സ്ത്രീകൾ ധൈര്യത്തോടുകൂടി പങ്കുവയ്ക്കാൻ വരുന്നത്. എന്നാൽ ഇപ്പോഴാവട്ടെ സ്ത്രീകൾക്കെതിരെയാണ് ഒരുപാട് പേർ രംഗത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി സ്ത്രീകൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടിക്കുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ ഈ സ്ത്രീക്കെതിരെ ഒരു നിയമ നടപടിയും എടുക്കരുത് എന്നാണ് ഇപ്പോൾ ശ്രീലക്ഷ്മി അറക്കൽ പറയുന്നത്. മാത്രമല്ല ഈ സ്ത്രീക്ക് എതിരെ സംസാരിക്കുന്നവർക്ക് പിന്തുണയും ഈ സ്ത്രീക്ക് അനുകൂലമായി സംസാരിക്കുന്നവരെ തെറി വിളിക്കുകയുമാണ് ചെയ്യുന്നത്. ദീപക് ചെയ്തത് തന്നെയാണ് ഇപ്പോഴും തെറ്റ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ശ്രീലക്ഷ്മി അറക്കൽ. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.